ഹലോ, വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് മൂവ്മെന്റ് ആണ് കാണിക്കുന്നത്. നിഫ്റ്റി 23,800, 24,400 റേഞ്ചിലുള്ള ഒരു കൺസോളിഡേഷൻ ഫേസിലാണ്. 24,500 മുകളിലേക്കുള്ള ഒരു ഡിസൈസീവ് ബ്രേക്ക്ഔട്ട് നടക്കുന്നില്ല. ഒരു ബ്രേക്ക്ഔട്ടിന് അനുകൂലമായ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ് വീണ്ടും ക്രൂഡ് ഓയിൽ വില ബ്രെന്റ് ക്രൂഡ് $91 മുകളിലേക്ക് കുതിച്ചുയർന്നത്. ഇപ്പോൾ ബ്രെന്റ് ക്രൂഡ് $87 താഴത്തേക്ക് കുറഞ്ഞിട്ടുണ്ട്. ദിസ് ഈസ് എ മൈൽഡ് പോസിറ്റീവ് ബട്ട് നോട്ട് ഗുഡ് ഇനഫ് ഫോർ എ ബ്രേക്ക്ഔട്ട് ഓൺ ദ ഹയർ സൈഡ്. FIIs ജൂലൈയിൽ ബയേഴ്സായി, ഓഗസ്റ്റിലും ചില ദിവസങ്ങളിൽ ബയേഴ്സ് ആണ്. എങ്കിലും FII ഫ്ലോസിൽ ഒരു ക്ലിയർ ബൈയിങ് ട്രെൻഡ് ഇനിയും ആയിട്ടില്ല. US ബോണ്ട് yield ഉയർന്നു നിൽക്കുന്നിടത്തോളം 10-year ബോണ്ട് yield ഇപ്പോൾ 4.64%. ഇത് ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നിടത്തോളം FII ബൈയിങ് വൻതോതിൽ ഉണ്ടാകാനിടയില്ല. കാരണം ഈ 4.64% റിട്ടേൺ ഈസ് സേഫ് റിട്ടേൺ, റിസ്ക് ഫ്രീ റിട്ടേൺ. പക്ഷേ FII ഫ്ലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വ്യക്തമാണ്. That period of sustained FPI selling is over. This is positive for the market. എന്നാൽ മാർക്കറ്റിന് ഏറ്റവും പോസിറ്റീവായ ഘടകം ഫണ്ടമെന്റൽസ് ആണ്. GDP ഗ്രോത്ത് റേറ്റ് ശക്തമാണ്. FY27 GDP ഗ്രോത്ത് റേറ്റ് RBI പ്രൊജക്ട് ചെയ്തിട്ടുള്ള 6.7% മുകളിലാവാനാണ് സാധ്യത. ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, അതായത് GST കളക്ഷൻസ്, ഓട്ടോമൊബൈൽ സെയിൽസ്, ഫ്രൈറ്റ്, ക്രെഡിറ്റ് ഗ്രോത്ത് തുടങ്ങിയ ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഇത് മികച്ച സാമ്പത്തിക വളർച്ചയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ റീഫോംസ്, GST റേറ്റ് കട്ട്, ഇൻകം ടാക്സ് കട്ട്സ്, ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ്, ഇതിന്റെ എല്ലാത്തിന്റെയും പോസിറ്റീവ് ഇഫക്റ്റ് ഇപ്പോൾ സമ്പദ് വ്യവസ്ഥയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഏർണിംഗ്സ് ഗ്രോത്ത്. ഈ സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് ക്വാർട്ടർ, അതായത് Q1 FY27 റിസൾട്ട്സ് കഴിഞ്ഞ 3 വർഷത്തെ ഏറ്റവും മികച്ച റിസൾട്ട്സ് ആണ്. ഈ വർഷം നിഫ്റ്റിയിൽ 15% ഏർണിംഗ്സ് ഗ്രോത്തിന് സാധ്യതയുണ്ട്. ഏർണിംഗ്സിൽ പൊതുവെ ഒരു അപ്ഗ്രേഡ്സിന്റെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്. കഴിഞ്ഞ 2 വർഷം കണ്ടിന്യൂസ് ഡൗൺഗ്രേഡിംഗ് ആയിരുന്നു. പ്രധാനപ്പെട്ട കാര്യം ഏർണിംഗ്സിലെ ഈ Q1 റിസൾട്ട് സീസണിലെ ഏർണിംഗ്സിലെ ഒരു സവിശേഷത ബ്രോഡർ മാർക്കറ്റിലെ, അതായത് മിഡ് ആൻഡ് സ്മോൾ ക്യാപ് സെഗ്മെന്റിലെ ഏർണിംഗ്സ് ഗ്രോത്ത് ആണ്. നിഫ്റ്റി ഏർണിംഗ്സ് ഗ്രോത്തിനെ പിന്നിലാക്കി ബ്രോഡർ മാർക്കറ്റ് ഏർണിംഗ്സ് ഗ്രോത്ത് കുതിക്കുകയാണ്. മാർക്കറ്റിലും ഇതിന്റെ പ്രതിഫലനം കാണാം. നിഫ്റ്റി മിഡ് ക്യാപ് 150യും നിഫ്റ്റി സ്മോൾ ക്യാപ് 250യും നിഫ്റ്റി 50യെ പുറകിലാക്കിയിട്ട് കുതിക്കുന്നുണ്ട്. ഈ കുതിപ്പ് ബ്രോഡർ മാർക്കറ്റിലെ വാല്യുവേഷൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ഇനിയും ഈ സെഗ്മെന്റ്സിലാണ്. ഉയർന്ന ക്രൂഡ് ഓയിൽ വിലയും മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ അനിശ്ചിതത്വവുമാണ് ഒരു മാർക്കറ്റ് ബ്രേക്ക്ഔട്ടിന് വിഘാതമായി നിൽക്കുന്ന ഘടകങ്ങൾ. പ്രസിഡന്റ് ട്രംപ് താൻ ചെന്നുപെട്ടിരിക്കുന്ന ഊരാക്കിടുക്കിൽ നിന്ന് തലയൂരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. ഈ സംഘർഷം എങ്ങനെ ഉരുത്തിരിയുമെന്നത് കാത്തിരുന്ന് തന്നെ കാണണം. ഇൻവെസ്റ്റേഴ്സ് ഷുഡ് ക്ലോസ്ലി മോണിറ്റർ ദ ക്രൂഡ് പ്രൈസസ്. ബിഗ് ഡിക്ലൈൻ ഇൻ ക്രൂഡ് പ്രൈസസ് can be a trigger for a market rally. Investors should remain invested and continue to invest systematically. The market construct is positive. Best wishes.